ഇതാ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു അറബ് രാജ്യമാണ് ബഹ്റൈൻ. ഈ ബഹ്റൈനിലേക്ക് ജോലിക്കും മറ്റ് വരാനിരിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലത്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബഹ്റൈനിലാണ്. കണ്ടോ, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ബഹ്റൈനിലേക്ക് ആദ്യമായിട്ട് വരാൻ നിൽക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബഹ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറബ് രാജ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ 3ാമത്തെ രാജ്യമാണ് ബഹ്റൈൻ. ബഹ്റൈൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ക്യാപിറ്റൽ മനാമയാണ്. അപ്പോൾ നമുക്കറിയാം, കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായ അതേ ഏതാനും മണിക്കൂറുമാണ് മനാമയിലും തീപിടുത്തം ഉണ്ടായത്. മനാമ സൂക്കിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മനാമയിലെ ബാബൽ ബഹ്റൈൻ എന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ബഹ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കടലുകൾ എന്നാണ് അർത്ഥം വരുന്നതാണ്. ഒരു ഐലൻഡ് രാജ്യമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നത് 15 ലക്ഷം മാത്രമാണ്. ബഹ്റൈനിലേക്ക് ആദ്യമായിട്ട് വരുന്നവരറിയാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ജോലിക്കാണെങ്കിലും മറ്റാവശ്യങ്ങൾക്കാണെങ്കിലും. ജോലിക്ക് വരുന്നവർ മാക്സിമം ഒക്ടോബറിന് ശേഷം വരാൻ ശ്രമിക്കുക. ബഹ്റൈനിലല്ല, GCC കൺട്രിയിൽ ഏതിലായാലും ഒരു ഒക്ടോബർ നവംബർ ആ ഒരു ടൈമിൽ മാത്രം ടിക്കറ്റ് എടുത്ത് കയറാൻ നോക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. നിങ്ങൾ ഫസ്റ്റിൽ വരുമ്പം തന്നെ വെറുത്ത് പോകുന്ന രീതിയിലുള്ള ചൂടാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബഹ്റൈൻ്റെ എയർപോർട്ട് വരുന്നത് മുഹറക്ക് എന്ന സ്ഥലത്താണ്. ആ മുഹറക്കിൽ നിന്ന് നമുക്ക് ബസ് മാർഗം മനാമയിലേക്ക് എത്താൻ പറ്റും. ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് KFC ഔട്ട്ലെറ്റ്. അത് കഴിഞ്ഞ് ബാബൽ ബഹ്റൈൻ. ബാബൽ ബഹ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റൈൻ്റെ വാതിൽ എന്നാണ്. അപ്പോൾ ഇതിനകത്തോട്ടാണ് മനാമ സൂക്കിലേക്ക് പോകുന്നത്. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ആ ഫ്ലാഗ് വെച്ചേക്കുന്നതിൻ്റെ ആ ഏരിയയിലോട്ടാണ് ബാബൽ ബഹ്റൈൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ഉണ്ട്, വലിയ എക്സ്ചേഞ്ച് ഉണ്ട്. ഇതാണ് ബഹ്റൈൻ്റെ പോസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇതിനുള്ളിലാണ് തീപിടുത്തമുണ്ടായ സ്ഥലം. അത് നിങ്ങളെ കാണിക്കാം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ മനാമ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. എല്ലാ ബസ്സുകളും മനാമ ബസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് സ്പ്ലിറ്റായിട്ട് എല്ലായിടത്തോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് പെഡസ്ട്രെയിൻ ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറം പോകാൻ. പെഡസ്ട്രെയിൻ്റെ സിഗ്നലിലേക്ക് അതാണ് പോസ്റ്റ് ഓഫീസ്. അത് നമ്മൾ ക്രോസ് ചെയ്ത് പുറത്ത് വന്നിട്ട് ഇതാണ് ബാബൽ ബഹ്റൈൻ്റെ ഗേറ്റ്. ഇവിടെ നിന്നാണ് മനാമയിലേക്ക് പോകുന്നത്. ഇതെല്ലാം മനാമ സൂക്കിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇതൊരു വലിയൊരു റൗണ്ട് അബൌട്ടാണ്. ഇതാണ് മെയിനായിട്ടുള്ള ഗേറ്റ്. ഇതാണ് ബാബൽ ബഹ്റൈൻ, ബഹ്റൈൻ്റെ വാതിൽ. ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പം തന്നെ നമുക്ക് വല സൈഡിലായിട്ട് ഇതൊരു പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ആ ഗേറ്റ് കടന്നാണ് നമ്മൾ മുമ്പോട്ട് വന്നത്. വരാൻ നേരത്ത് ഇവിടെ കോർണറിൽ ജ്വല്ലറി, ഗുഡ് ലക്ക് ജ്വല്ലറി. ഇവിടെ ഒരുപാട് ഷോപ്പുകളിൽ ട്രഡീഷണലായിട്ടുള്ള ഐറ്റംസൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളാണ് അധികമായിട്ട് ഇവിടെ ഉള്ളത്. എല്ലാ വിസിറ്റേഴ്സും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ബഹ്റൈനിൽ ആദ്യമായിട്ട് വരുന്നവരെല്ലാം
ഇവിടെ വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിനുള്ളിലേക്ക് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്. ആണ് പാസ്പോർട്ട് ടൂറിസം സ്റ്റാൻഡ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത്. പാസ്പോർട്ട് സ്കാൻ ചെയ്യണം. പെർഫ്യൂം ഷോപ്പ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള എന്താ പറയുക, സിറ്റി കാര്യങ്ങൾ ഉണ്ട്. ഇവിടെ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മാനോ ജിറാഫോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഫുള്ള് ലൈറ്റുകളാണ്. നമ്മളെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നടന്നിങ്ങോട്ട് വന്നത്. ഇതിനകത്തോട്ട് മനാമ മാർക്കറ്റ് തുടങ്ങിയാണ് സൂക്ക്. നമ്മൾ മുന്നോട്ട് പോവാം. ഇവിടെ മൊബൈൽ ഷോപ്പിൽ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ട്രൈപോഡ്, നാഷണൽ എക്സ്ചേഞ്ച്, നാഷണൽ ഫിനാൻസ് എക്സ്ചേഞ്ച്. സുബ്ഹാനല്ലാഹ് ജ്വല്ലറി. ഈ ഏരിയയിലെല്ലാം ഇനി ജ്വല്ലറികളാണ് കൂടുതലായിട്ട് വരുന്നത്. പുതിയൊരു ജ്വല്ലറി ഓപ്പണായിട്ട് വരാൻ പോകുന്നുണ്ട്. നമ്മൾ കണ്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇത് മനാമയിലെ മെയിനായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ നല്ല റഷാണ്. നല്ല ആളും തിരക്കൊക്കെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് അമ്പലത്തിന് അങ്ങോട്ട് പോകാം. നമ്മൾ അവിടുന്ന് ബാബൽ ബഹ്റാൻ അവിടെയാണ്. അവിടെ നമ്മളിങ്ങനെ നേരെ വന്നു ഇതുവഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ഇത് കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. ഇവിടെ എല്ലാം നമ്മുടെ നാട്ടിലെ 916 ഗോൾഡ് കിട്ടുന്ന ഏരിയ ആണ്. 22 മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ. ഒരുപാട് ജ്വല്ലറികളുണ്ട് ഇവിടെ. ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. ഇവിടെ നമുക്ക് അതുകൊണ്ട് അമ്പലത്തിലേക്ക് മാല കെട്ടാണ് ഉപയോഗിക്കുന്നത്. പൂവ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. തിരിയുണ്ട്, കർപ്പൂരം, നല്ലെണ്ണ എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അവിടെയാണ് അമ്പലം. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്ക്
നമുക്ക് മുന്നോട്ട് പോയിട്ട് അതിനകത്ത് കയറിയിട്ട് അതിനകത്തെ കാഴ്ചകൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഇതാണ് അമ്പലം.